ചങ്ങനാശ്ശേരിയിൽ പ്രളയം നടക്കുന്ന സമയത്ത് വിനു ജോബ് എന്ന MLA, ചങ്ങനാശ്ശേരിക്കാരുടെ MLA, എറണാകുളത്ത് ഇടിമണ്ണിക്കൽ ജുവലറിയുടെ ഷോറൂം ഉദ്ഘാടനത്തിലായിരുന്നേ. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിനുവച്ചായൻ ഇന്നലെ കാണിച്ചത് വെറും പട്ടി ഷോയാണ്. അതിനകത്തൊന്നും ഒരു സംശയം ആർക്കുമില്ല. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരം എന്നല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും? അദ്ദേഹം ഒരുപക്ഷെ അത് വിചാരിച്ചത് ഇത് ഭയങ്കര മാസായി പോയി എന്നായിരിക്കും. തഹസീൽദാർ പറയുന്നു, ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയ അപ്പോൾ മുതൽ ഞാനിവിടെ ഉണ്ടായിരുന്നുവെന്ന്. അത് എത്ര മണിക്കാണെന്ന് ചോദിച്ചപ്പോൾ അത് 6 മണിക്കാണെന്ന്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഏത് സമയവും ആളുകളെത്തും. അതിന് സജ്ജമായിരിക്കണം ഒരു ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ പ്രളയം എപ്പോഴുണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ MLAയോട് പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് താങ്കൾ കണ്ടുപിടിക്കേണ്ടത് പഴകുളം മധുവിനെ കണ്ടുപിടിക്കൂ. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പഴകുളം മധു എന്ന് പറയുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ദുരവസ്ഥയെ പറ്റി ചോദിച്ച മാധ്യമപ്രവർത്തകരോട് സ്ഥലം MLA ആയ വിനു ജോബ് തട്ടിക്കയറുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചു. നമുക്കറിയാം, ഈ വെള്ളപ്പൊക്ക കാലത്ത് ഏറ്റവും അധികം പരാതികൾ വന്നിട്ടുള്ളത് ഈ ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പേരടക്കം എടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടുള്ളതും ചങ്ങനാശ്ശേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളെ പറ്റിയാണ്. അവിടെ വെള്ളമോ ഭക്ഷണമോ ഒരു ക്യാമ്പിലും ഇപ്പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ആക്ഷേപം. അപ്പം അങ്ങനെ ഒരു പരാതി നിലനിൽക്കെ അത് അന്വേഷിക്കാമെന്ന, അത് ചോദിക്കാമെന്ന മാധ്യമപ്രവർത്തകരോട് വേണ്ട ഇത് ചങ്ങനാശ്ശേരിയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു തരത്തിൽ സിനിമ ഡയലോഗ് സ്റ്റൈലിലാണ് MLA സംസാരിച്ചിരുന്നത്. ഒരാക്ഷേപം വരുമ്പോൾ വിഷയം എന്താണ് എന്നറിഞ്ഞ് കൃത്യമായി അതിനെ നേരിടാതെ, അല്ലെങ്കിൽ ഒരു മറുപടി പറഞ്ഞ് എന്താണോ വേണ്ടത് അതിനൊരു ആക്ഷൻ കാണിക്കാതെ മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ തട്ടിക്കയറുന്ന സമീപനം ഈ UDF മന്ത്രിസഭയ്ക്ക് ഒരു നാണക്കേട് തന്നെയല്ലേ ശരിക്കും? വിനുവച്ചായനെ സംബന്ധിച്ച് വിനുവച്ചായൻ കഴിഞ്ഞ 1 വർഷം മാത്രമായിട്ടുള്ള UDFൽ വന്നിട്ട് 2025 വരെ അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. അവിടെ അതെല്ലാം ഇവിടുത്തെ വിഷയം. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിനുവച്ചായൻ ഇന്നലെ കാണിച്ചത് വെറും പട്ടി ഷോയാണ്. അതിനകത്തൊന്നും ഒരു സംശയം ആർക്കുമില്ല. ഈ വിനു ജോബ് MLA ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തൊട്ടടുത്ത് തിരുവല്ല എന്ന് പറയുന്നൊരു നിയോജക മണ്ഡലമുണ്ട്. ഈ തിരുവല്ല നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ഒരു MLA ആണത് വർഗീസ് മാമൻ. അദ്ദേഹം അവിടെ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ, ഈ വർഗീസ് മാമൻ MLAയുടെ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ധാരണ കിട്ടും. ഇത് കൂടാതെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്നതാണ് നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഈ ആറന്മുള നിയോജക മണ്ഡലത്തിൽ അബിൻ വർക്കി എന്ത് പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പോയി നോക്കുന്നതായിരിക്കും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് റാന്നി നിയോജക മണ്ഡലത്തിൽ പഴകുളം മധു എത്ര ഗംഭീരമായിട്ടാണ് അവിടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ ചൂലെടുത്തുകൊണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നൊരു അവസ്ഥ ഉണ്ടായില്ലേ? കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലേ അദ്ദേഹം? ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കോന്നിയിലേക്ക് നോക്കൂ. അവിടെ ഒരു ജനീഷ് കുമാർ ഉണ്ട്. ഈ ജനീഷ് കുമാർ എത്ര ഭംഗിയായിട്ടാണ് അവിടെ കോന്നി നിയോജക മണ്ഡലത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കോന്നി നിയോജക മണ്ഡലത്തിലെയും അതോടൊപ്പം തന്നെ റാന്നി നിയോജക മണ്ഡലത്തിലെയും ഈ പറഞ്ഞ ആറന്മുളയിലെയും തിരുവല്ലയിലെയും ഒക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മുമ്പോട്ട് പോയത്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ വിനുവച്ചായൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രം വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ചങ്ങനാശ്ശേരിയിൽ പ്രളയം നടക്കുന്ന സമയത്ത് വിനു ജോബ് എന്ന MLA, ചങ്ങനാശ്ശേരിക്കാരുടെ MLA, എറണാകുളത്ത് ഇടിമണ്ണിക്കൽ ജുവലറിയുടെ ഷോറൂം ഉദ്ഘാടനത്തിലായിരുന്നേ. അവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിനു ജോബ് എന്ന് പറയുന്ന MLA, ചങ്ങനാശ്ശേരിയുടെ MLA, ഇത് ചങ്ങനാശ്ശേരിയാണ് എന്നൊക്കെ പറയുന്നില്ല. മറ്റേ മോഹൻലാൽ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നില്ലേ, മീനിച്ചിലും ആറ്റിപ്ലാക്കൽ ജിമ്മി. അപ്പോൾ ആ ഡയലോഗ് എടുത്ത് അടിച്ച് നോക്കിയതാണ്. കാണുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്ക്, വിനു ജോബിനെ കാണുമ്പോഴത്തേക്ക് ഒരു മോഹൻലാൽ ലുക്കുണ്ട്. എനിക്കൊന്ന് അദ്ദേഹം ഒരു മോഹൻലാൽ ഫാനാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, അത് എന്തായാലും അവിടെ നിന്നോട്ടെ. പക്ഷേ അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ എടുത്ത് പെരുമാറിയ രീതി, ആ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനാണ്. പക്ഷേ എത്ര ഗൗരവകരമായിട്ടാണ്, എത്ര ഫീലിങ്ങോട് കൂടിയിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് അവരോട് ചോദിച്ചറിഞ്ഞത്. കുട്ടികൾക്ക് ഭക്ഷണമില്ല, മാറാൻ തുണിയില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഇല്ല. ഒരു MLAയുടെ ജോലി എന്താണ്? തഹസിൽദാർക്കെതിരെ MLA എടുത്ത് പരാതി പറയുമ്പോഴത്തേക്ക് MLA തഹസിൽദാരോടൊപ്പമല്ല നിൽക്കുന്നത്. മറിച്ച് ആ തഹസിൽദാരെ ശാസിക്കുന്നൊരു രീതി ഈ MLA സ്വീകരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ജനം അംഗീകരിക്കത്തില്ലായിരുന്നു അദ്ദേഹത്തെ. തഹസിൽദാർ പറയുന്നു, ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയ അപ്പോൾ മുതൽ ഞാനിവിടെ ഉണ്ടായിരുന്നുവെന്ന്.
അത് എത്ര മണിക്കാണെന്ന് ചോദിച്ചപ്പോൾ അത് 6 മണിക്കാണെന്ന്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഏത് സമയവും ആളുകളെത്തും. അതിന് സജ്ജമായിരിക്കണം ഒരു ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ പ്രളയം എപ്പോഴുണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഒരുപക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുമ്പോഴായിരിക്കും മറ്റൊരു സ്ഥലത്ത് ആളെ ഒഴിപ്പിക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ഒരു തഹസീൽദാർ അല്ലെങ്കിൽ ആ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവണം. അവിടെ ഏത് സമയത്ത് ആര് വന്നാലും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതിന് തഹസീൽദാരും ഈ പറഞ്ഞ MLA യും പറഞ്ഞ ന്യായം എന്താണ്? തൊട്ടപ്പുറത്തെ ക്യാമ്പുകളിലേക്ക് നിങ്ങൾക്ക് പോയിക്കൂടെയെന്ന്. ഈ കയ്യിലിരിക്കുന്ന പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അമ്മമാർ വേറെ സ്ഥലത്ത് പോയിരുന്ന് അവിടെ പോയിരുന്ന് ഉള്ളിയും സവോളയും അരിഞ്ഞ് അല്ലെങ്കിൽ അവിടെ പോയിരുന്ന് ഭക്ഷണം പാചകം ചെയ്യണോ? എന്ത് മര്യാദകളാണ് ഈ പറയുന്നത്? ഉടുതുണി എടുക്കാൻ പോലും സാധിക്കാതെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓടിയെത്തിയ ആളുകളോട് സ്വീകരിക്കേണ്ട സമീപനമാണോ ഇത്? അതിനുശേഷം അത് ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകരോട് ഇതിൽ സ്വല്പം രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? 2025 വരെ ഈ വിനു ജോബ് എന്ന് പറയുന്ന ആൾ LDFന്റെ ഭാഗമല്ലായിരുന്നോ? ജനാധിപത്യ കേരള കോൺഗ്രസ്സുകാരനല്ലായിരുന്നോ? അതിനുശേഷം ഈ 2025 നടന്ന തെരഞ്ഞെടുപ്പിലല്ലേ തൃക്കൊടിത്താനത്ത് നിന്ന് ഇദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തു വിട്ടത്? ചങ്ങനാശ്ശേരി രൂപതയുടെ പിന്തുണയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനാണ്. അത് ഈ ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമല്ലായിരുന്നോ? അപ്പോൾ ഇവിടെ എന്ത് രാഷ്ട്രീയം? ഈ പ്രളയത്തിൻ്റെയും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആരെങ്കിലും രാഷ്ട്രീയം കാണുന്നുണ്ടോ? ആരെങ്കിലും രാഷ്ട്രീയം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനുശേഷം ഒരു MLA തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരം എന്നല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും? അദ്ദേഹം ഒരുപക്ഷെ അത് വിചാരിച്ചത് ഇത് ഭയങ്കര മാസായി പോയി എന്നായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇദ്ദേഹം ഇതൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് PR ടീമിനെ കൊണ്ട് പോയിട്ട് ഓരോ സ്ഥലത്തും കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളുണ്ട്. കണ്ടാൽ നമുക്ക് ചിരി വരും. കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടി നിർത്തുക, എന്നിട്ട് അവരെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കുക. ഇതൊക്കെ പാപ്പിയപ്പച്ച സിനിമയിലൊക്കെ തുടങ്ങി നമ്മൾ കണ്ടേക്കുന്നതല്ല. ഇതിനു മുമ്പ് ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമയ്ക്കകത്ത് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തു പോയിരിക്കുന്നതാണ്. അതിനുശേഷവും വിനുവച്ചാൻ ഇങ്ങനത്തെ ഒരു പോക്കരിത്തരം ഇന്നലെ ആ മാധ്യമപ്രവർത്തകൻ്റെ അടുത്ത് ചെയ്തത് തീരെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള കോട്ടയം ജില്ലയിലുള്ള മുഴുവൻ ആളുകളെയും അപമാനിക്കുന്നതിന് തുല്യമാണിത്. കാരണം CF തോമസിനെ പോലെ, ജോബ് മൈക്കിളിനെ പോലെ, CF തോമസ് സാറൊക്കെ എത്ര വർഷമായിട്ട് ചങ്ങനാശ്ശേരിയുടെ MLA ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള MLA മാർ ഇരുന്നിട്ടുള്ള, മന്ത്രിമാർ ഇരുന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് വിനു ജോബ് എന്ന MLA ഇരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന് ശേഷം താൻ ഒരു ജനപ്രതിനിധിയാണ് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. താൻ നിൽക്കേണ്ടത് ജനങ്ങൾക്കൊപ്പമാണ്, മറിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കൊപ്പമല്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന, അത് വില്ലേജ് ഓഫീസർ ആയിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ തഹസിൽദാർ ആയിക്കോട്ടെ, അവർ പറയുന്ന കള്ളങ്ങൾ കേട്ട് ജനങ്ങൾക്ക് എതിരെ നിൽക്കേണ്ട ആളല്ല MLA. അവർ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ്. അവിടെ ഉണ്ടാക്കേണ്ടത് വാഗ്വാദങ്ങളല്ല. കാരണം ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആളുകൾ ദുരിതം അനുഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് മാധ്യമപ്രവർത്തകരെത്തും, സ്വാഭാവികമായിട്ടെത്തും. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ കുറ്റബോധം കിടക്കുന്നുണ്ട്. പ്രളയം തുടങ്ങിയപ്പോൾ ഇടിമണിക്കൽ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് ഇദ്ദേഹത്തിന് വരേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ചങ്ങനാശ്ശേരിയിൽ പ്രളയം, അവിടുത്തെ MLA എവിടെയാണ്? എറണാകുളത്ത് ഇടിമണിക്കൽ ജുവലറിയുടെ ഷോറൂം ഉദ്ഘാടനത്തിൽ. എത്ര വിചിത്രമായിട്ടുള്ള കാര്യമാണെന്ന് നോക്കി. ഇടിമണിക്കൽ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് MLA പങ്കെടുത്തില്ലെങ്കിൽ ആ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണോ ഇദ്ദേഹം കരുതിയിരിക്കുന്നത്? എറണാകുളം ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമല്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലായിരിക്കും ഒരുപക്ഷെ ഇടിമണിക്കൽ ജുവലറിയുടെ ഉടമസ്ഥർ താമസിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഓടിയെത്തിയത്. പക്ഷേ ഇദ്ദേഹത്തിന് ചങ്ങനാശ്ശേരിയിലെ ജനങ്ങളെക്കാൾ കൂടുതൽ ബന്ധം ആരുമായിട്ടാണ്? ഈ സ്വർണ്ണക്കടക്കാരനുമായിട്ടാണ്. അതല്ല എങ്കിൽ തൻ്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് അവരെ തനിച്ചാക്കിയിട്ട്, അവരെ പെരുവഴിയിലാക്കിയിട്ട് ഒരു MLA ജുവലറി ഉദ്ഘാടനത്തിന് പോവുമോ? ഒരു കാരണവശാലും പോകത്തില്ല. അപ്പോൾ ആ ഒരു കുറ്റബോധം ഈ MLAയുടെ മനസ്സിലുണ്ട്. ഈ MLA വലിയ ദൈവഭക്തനൊക്കെയാണ്. അപ്പോൾ MLAയോട് പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് താങ്കൾ കണ്ടുപിടിക്കേണ്ടത് പഴകുളം മധുവിനെ കണ്ടുപിടിക്കൂ. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പഴകുളം മധു എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് അദ്ദേഹത്തെ വളരെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹം ഈ ദുരിതാശ്വാസ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനീയമാണ്. അപ്പോൾ അതുകൊണ്ട് പഴകുളം മധുവിനെ കണ്ടുപിടിക്കുക, വർഗീസ് മാമനെ കണ്ടുപിടിക്കുക, ജനീഷ് കുമാറിനെ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ അബിൻ വർക്കിയെ കണ്ടുപിടിക്കുക. തിരുവല്ലയിലെ തോറ്റ സ്ഥാനാർത്ഥിയുണ്ട് അനൂപ് ആന്റണി, അതോടൊപ്പം തന്നെ മാത്യു ടി തോമസ്. ഇവരൊക്കെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നേ. റാന്നിയിൽ മുൻ MLA പ്രമോദ് നാരായണൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും സജീവമായിട്ട് രംഗത്തുള്ള സമയത്ത് ചങ്ങനാശ്ശേരിയുടെ MLA പ്രളയ സമയത്ത് എറണാകുളത്ത് ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോയതിൻ്റെ കുറ്റബോധം കൊണ്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.